ഡൈനാമിക്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ. ഇവിടെ നമ്മൾ നോക്കുന്നത് ഒരു ഫ്ലൂയിഡ് നമ്മളൊരു ഫ്ലൂയിഡ് എടുത്തു കഴിഞ്ഞാൽ ആ ഫ്ലൂയിഡിൻ്റെ ഫ്ലോയെ പറ്റിയും ഈ ഫ്ലോയ്ക്ക് കാരണമാകുന്ന ഫോഴ്സുകളെ പറ്റിയും ഒരുമിച്ച് നമ്മൾ പഠിക്കുന്നതിനെയാണ് ഡൈനാമിക്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലാ ആണ്. സെക്കൻഡ് ലാ ഓഫ് മോഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് F=ma എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സാണ് എടുക്കുന്നതെങ്കിൽ മാസ് ഇൻറ്റു എക്സ് ഡയറക്ഷനിലോട്ടുള്ള ആക്സിലറേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഫോഴ്സുകൾ ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും, പ്രഷർ ഫോഴ്സ് ഉണ്ടാവും, വിസ്കോസിറ്റി മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് ഉണ്ടാവും, ടർബുലൻസ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് ഉണ്ടാവും, കംപ്രസിബിലിറ്റി മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ എക്സ് ഡയറക്ഷൻ എക്സ് കമ്പോണൻ്റ് ആണ് എടുക്കണമെങ്കിൽ ഇതിൻ്റെ എല്ലാം എക്സ് കമ്പോണൻറ്റ് നമ്മൾ എടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കംപ്രസിബിലിറ്റിനെ നമ്മൾ 0 ആയിട്ട് നെഗ്ലിജിബിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ ഇക്വേഷൻ ഓഫ് മോഷൻ, അതായത് ഈ കംപ്രസിബിലിറ്റി 0 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ആ ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെയ്നോൾഡ്സ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന്. ഇവിടെ നമ്മൾ ടർബുലൻസിനെ 0 ആക്കി എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇക്വേഷനെ എല്ലാം കൂടെ നമ്മൾ വിളിക്കുന്ന പേരാണ് നേവിയർ സ്റ്റോക്സ് ഇക്വേഷൻ എന്ന്. ഇവിടെ നമ്മൾ വിസ്കോസിറ്റിയെ 0 ആക്കി എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇക്വേഷൻ എല്ലാം കൂടെ നമ്മൾ വിളിക്കുന്നത് യൂളേഴ്സ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്നാണ്.